നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടി വരും, പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക്. സ്നേഹം, സമ്പാദ്യം തുടങ്ങി എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികളില്ലാത്ത ഒന്നുണ്ട്, ദുഃഖം. അത് പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. ആഗ്രഹിക്കുന്നതിനെതിരെ പോരാടുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് സാധിക്കുന്നത് യുക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ്. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതിലൂടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതിലൂടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം ജീവിതാവസാനം വരെ നിലനിൽക്കും. എപ്പോഴും സന്തോഷത്തോടെ നിലകൊള്ളുക. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ്. ആരെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയൊരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കും. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നരകത്തിലൂടെയാണ് നടക്കുന്നതെങ്കിലും മുന്നോട്ട് നടക്കുക. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായ നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. സ്വന്തം കാര്യം ഭദ്രമാക്കാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലങ്ങൾ നിർണയിക്കുന്നു. ബുദ്ധി കുറഞ്ഞ സ്ത്രീകൾ പോലും ഒരു പുരുഷനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മൾ ചിന്തിക്കുന്നതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മോശം കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു. തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ. ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. ആഗ്രഹിക്കാം, പക്ഷെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. സ്നേഹിക്കാം, പക്ഷെ അവർ തിരിച്ചു സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ. അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷെ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. 1000 വലിയ ശരികൾക്കിടയിലും ഒരു ചെറിയ തെറ്റു മതി നമ്മൾ പലർക്കും അന്യരാകാൻ. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെ പഠിക്കാനാകൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നമ്മുടെ മനോഭാവം മാത്രമാണ്. എപ്പോഴും നല്ലതിനെ കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക.
കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് അതുപോലെയാണ് ലോകവും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും, നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്, രണ്ടാമത്തെ ആൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു. കരച്ചിലടക്കിയ ചിരിയും നോവിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്ന മനസ്സും ഒരു പെണ്ണിന്റെ ബലവും ബലഹീനതയുമാണ്. ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്, ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ്. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മ കാണാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന ശാരീരികമോ മാനസികമോ ആയ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എപ്പോഴും പരിധി നിർണയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപിക്കും. പരിധികളില്ലാതെ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങൾക്ക് എന്തും സ്വന്തമാക്കാനാകും. തീരത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ധൈര്യമുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് കടൽ നീന്തി മറികടക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നേക്കും ജീവിക്കുമെന്നത് പോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക. പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% വിജയിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% മോശവുമല്ല. സ്നേഹം ഒരു ബന്ധമായി മാറുമ്പോൾ അത് ബന്ധനമായി തീരുന്നു. സ്നേഹം ഒരവസ്ഥയായി മാറുമ്പോൾ അത് സ്വാതന്ത്ര്യമായി തീരുന്നു. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് അത് എന്ത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. അറിവ് കാമധേനുവിനെ പോലെ സ്ഥിരമായി ഫലം നൽകിക്കൊണ്ടിരിക്കും. അത് അദൃശ്യമായ നിധിയാണ്. നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നവരെക്കാൾ രാത്രി വൈകുവോളം ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. ശ്രമത്തിലാണ് സംതൃപ്തി ഉളവാകുന്നത്, ഫലപ്രാപ്തിയിലല്ല. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമായി മാറുന്നു. യാഥാർത്ഥ്യം മനസ്സാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും. ഒരു പെണ്ണിന് ഏറ്റവും അത്യാവശ്യം എന്താണെന്നറിയാമോ? വിദ്യാഭ്യാസം, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമാകാം.